ഹലോ, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. എങ്കിലും പുതുതായിട്ട് ഈ കുക്കിങ്ങിലേക്കൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ചെയ്യുന്നത്. എന്നോട് 3-4 പേര് ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്കൊരു അല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിത്തീയലിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്കൊരു 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറിയാണ്. അതിലേക്ക് അതുപോലെ ഒരു 3-4 ചുവന്നുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാലും മതി. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പകുതിയാണ്, ഒരു മുറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഉള്ളിത്തീയലിലോട്ട് ഞാൻ തേങ്ങ വറക്കുമ്പോൾ ഇതിലേക്ക് പൊടികളാണ് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പം പൊടികൾക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 വത്തൽമുളക്, അതുപോലെ കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലി, ഇതെല്ലാം ചേർത്ത് വറുത്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തേങ്ങ അല്പം നേരം ഒന്ന് അടുപ്പിൽ വെച്ച് അതിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് മുളകും മല്ലിയൊക്കെ ചേർത്ത് വറുത്തെടുക്കാൻ കേട്ടോ. പിന്നെ നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചിരണ്ടിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ തേങ്ങാ പീരയൊക്കെ കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടുപ്പിൽ വെച്ച് ആ ഒരു ബ്രൗൺ കളറാക്കി എടുക്കാൻ പറ്റും. അടുത്തായിട്ട് ഇതൊന്ന് നന്നായിട്ട് ആ ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അടുപ്പിൽ തീ കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഉള്ളി ഇനിയും വഴറ്റുന്നുണ്ട്, ആ കൂട്ടത്തിൽ വേണമെങ്കിലാണേലും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ച മണമൊന്ന് മാറുന്നവരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. പിന്നെ നിങ്ങൾ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1-1.5 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലി വറുത്തെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം അത് പൊടിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പ് അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പം കാശ്മീരി ചില്ലി പൗഡർ അല്ലാതെ നല്ല എരിയുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മുളക് പൊടിയുടെ ആ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുപ്പിൽ തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇപ്പോൾ ഒന്ന് തയ്യാറായിട്ടുണ്ട്. ഇനി അടുപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കാരണം നമ്മുടെ തേങ്ങ കുറച്ചുകൂടി ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിൽ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ പുളി ഒഴിച്ച് തീയലൊക്കെ പോലുള്ള കറികൾ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുകാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്.
ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആ തേങ്ങ വറുത്ത കൂട്ടത്തിൽ വേണമെങ്കിൽ ഈ ഉലുവ ചേർത്ത് വറുത്ത് നമ്മൾ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ എണ്ണയിലങ്ങ് വഴറ്റിയെടുക്കുവാണ്. ഒരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1 കപ്പിനടുത്ത് ചുവന്നുള്ളി അതിൻ്റെ ആ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം വഴറ്റിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. തീയൽ കുറച്ച് കുറുകിയാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇപ്പോൾ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് ഞാൻ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മളുടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയത് നോക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പിഴുപുളി അഥവാ വാളംപുളിയാണിത്. ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞാണ് ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു അല്പസമയം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ആണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ കറിക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിനി ഒന്ന് അടച്ച് വെച്ച് അല്പസമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ഞാനിതിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടി ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ തേങ്ങ അരച്ചിട്ടുള്ളതുകൊണ്ട് അല്പസമയം കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അത് കണക്കിലെടുത്ത് നിങ്ങൾ തിളപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏതായാലും അടുപ്പിൽ നിന്ന് തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി തയ്യാറായിട്ടുണ്ട്, ഉള്ളിത്തീയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.